അങ്ങനെയുള്ള ഒരു പരിമിതമായിട്ടുള്ള സ്ഥലത്തിൽ കൗൺസിലേഴ്സ്, അത് CPM BJP എന്നില്ല, കൗൺസിലേഴ്സിനുള്ള ഓഫീസ് കൗൺസിലേഴ്സ് കൊടുക്കാനുള്ള നിലപാടെടുക്കണം. അതിന് ഈ കോർപ്പറേഷൻ പക്ഷേ ഇനിയിപ്പം ആ നഗരസഭയായിട്ടുള്ള കോൺട്രാക്ട് കഴിഞ്ഞ് മാറാൻ പറഞ്ഞാൽ അത്രയും നല്ലത്. പക്ഷേ ഞാൻ ശ്രീ വി കെ പ്രശാന്ത് ആയിരുന്നെങ്കിൽ ഇതിന് പോകാതെ നേരത്തെ തന്നെ ആ 31-32 എന്നുള്ള MLA ഹോസ്റ്റലിലെ മുറി ഇരുന്നേനെ. അവർ പറയുന്നൊരു ഭാഗം MLA ഹോസ്റ്റലിൽ ഒന്നും ആൾക്കാർ കാണാൻ പറ്റത്തുള്ളത് അതൊക്കെ തട്ടിപ്പാണ്. MLA ഹോസ്റ്റൽ ശ്രീ ആന്റണി രാജുവിൻ്റെ ഓഫീസ് MLA ഹോസ്റ്റലിലാണല്ലോ, ശ്രീ K മുരളീധരൻ MLA ഹോസ്റ്റലിൽ പ്രവർത്തിച്ചാണല്ലോ. ഞാൻ MLA ആയിരുന്നപ്പോൾ MLA ഹോസ്റ്റലിലും ആര്യനാടത്തെ ഓഫീസിലും വാടക കൊടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ MLA ഹോസ്റ്റലിൽ വരുന്ന ആളുകളെ ആരും തടയാൻ പോകുന്നില്ല. വട്ടിയൂർക്കാവിൻ്റെ ഹൃദയഭാഗത്താണ് ഈ പട്ടം, കുന്നുകുഴി, കേശവാസുരം, നാലാഞ്ചിറ, നന്തങ്കോട് തുടങ്ങിയ ഭാഗങ്ങളിലെ ആളുകൾക്ക് പോകാൻ MLA ഹോസ്റ്റൽ എളുപ്പം. അപ്പം അദ്ദേഹം ഇപ്പോൾ ശാസ്ത്രമംഗലത്തെ ഓഫീസിൽ എത്തുന്നത് ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ വരുമാനം. പക്ഷേ 800 രൂപയ്ക്ക് എടുക്കുന്നത് ശരിയല്ല. 15,000 രൂപ 20,000 രൂപ ശാസ്ത്രമംഗലം, വെള്ളയമ്പലം, കവടിയാറിലെ കമേഴ്ഷ്യൽ റേറ്റ് വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ 800 രൂപയ്ക്ക് ആ ഓഫീസ് എടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. കാലം മുതൽ തന്നെ ഇത് കൃത്യമായി വാടക അടച്ചുകൊണ്ട് അത് നിയമപരമായിട്ട് തന്നെ ഏറ്റെടുത്തതാണ്. ഇങ്ങനെ വന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും നിലയ്ക്ക് അത് സ്വന്തമാക്കുക, അത്തരത്തിലുള്ള പ്രവൃത്തിയായിട്ടാണ് അതിനെ? ഇല്ല, ഞാൻ പറയുന്നത് നേരത്തെ ചെയ്തെങ്കിലും ആ ഓഫീസ് പണ്ട് മുതൽക്കേ ഒരു കോർപ്പറേഷൻ കൗൺസിലേഴ്സ് തുടങ്ങിയ ഓഫീസാണ്. അന്ന് ബിന്ദു ചേച്ചി, എൻ്റെ അയൽവാസിയായിട്ടുള്ള ബിന്ദു ചേച്ചി CPM കൗൺസിലർ ആയിരുന്നപ്പോഴാണ് ആ ഓഫീസ് ശ്രീ പ്രശാന്തിന് കൊടുത്തത്. ഞാൻ മനസ്സിലാക്കുന്നത് അന്നേ ശ്രീ പ്രശാന്തിന് MLA ഹോസ്റ്റലിലെ റൂം കൊടുത്തിരുന്നു. പക്ഷേ അവിടെ സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ട് മാറി, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. ഒറ്റ കാര്യം പറയാനുള്ളൂ, കൗൺസിലേഴ്സിനുള്ള സ്പേസ് അതേത് പാർട്ടിയാണെങ്കിലും കൗൺസിലേഴ്സിന് ഉപയോഗിക്കാൻ കൊടുക്കുക. അദ്ദേഹത്തിന് ഒരു ആഡഡ് സൗകര്യമുള്ളത് MLA ഹോസ്റ്റലിലെ റൂം ഇവിടെ തന്നെ ഉള്ളതുകൊണ്ടും, ഒന്നല്ല 2 മുറി അദ്ദേഹത്തിൻ്റെ പേരിൽ. അവിടെ കമ്പ്യൂട്ടർ സൗകര്യമുണ്ട്, പ്രിൻ്ററുണ്ട്, വൈഫൈ ഉണ്ട്, വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ ആളുകൾക്കെല്ലാം ഒരു ബസ് നേരെ ഇറങ്ങിയ പാളയംപള്ളിയിലൂടെ ബസ് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് മാറണം എന്നുള്ള, ഞാൻ അദ്ദേഹമായിരുന്നെങ്കിൽ അങ്ങോട്ട് മാറിയെന്നാണ് ഉദ്ദേശിച്ചത്. ശബരിനാഥൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ പ്രതികരിക്കുകയായിരുന്നു. വി കെ പ്രശാന്ത് ശാസ്ത്രമംഗലത്തെ വാടകമുറി വിട്ടുപോകുന്നതാണ് ഉചിതമെന്നാണ് ശബരിനാഥന്റെ മറുപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.